എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പതാലിൻ തമ്പിയുടെ ക്രൈം ത്രില്ലർ നോവലായ കീ ടു കിൽ. ഹ്യൂമൻ ലൈഫ് സെന്റർ എന്ന ബോർഡ് വെച്ച ഗേറ്റിന് പുറത്ത് ഒരു ചുവന്ന മാരുതി കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഒരു യുവസുന്ദരനും ആരെയും വശീകരിക്കാൻ പോകുന്ന സൗന്ദര്യവുമുള്ള ഒരു യുവതിയും പുറത്തേക്കിറങ്ങി. ജീൻസും അയഞ്ഞ ഷർട്ടും കറുത്ത കണ്ണടിയും യുവാവ് ധരിച്ചിരുന്നു. പച്ച നിറത്തിലുള്ള സൽവാറും കമ്മീസുമായിരുന്നു യുവതിയുടെ വേഷം. തവിട്ടു നിറമുള്ള കണ്ണടയുടെ ഫ്രെയിം അവളുടെ മുഖത്തിന് നന്നായി ഇണങ്ങുന്നതായിരുന്നു. കാറ്റത്ത് പാറി പറക്കുന്ന സമൃദ്ധമായ മുടിയിഴകൾ ഒതുക്കി പിടിച്ചുകൊണ്ട് 3 നില മാളികയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ചേട്ടാ, ഇതൊരു ആശുപത്രിയാണെന്ന് ആരും പറയുകയില്ല. കണ്ടില്ലേ, മനോഹരമായ പൂന്തോട്ടവും വാട്ടർഫോളും മറ്റും. റൈറ്റ്, ഈ ബോർഡ് കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും സമ്പന്നർ സുഖവാസത്തിനായി നിർമ്മിച്ച ഒരു സൗധമാണെന്ന് മാത്രമേ പറയുകയുള്ളൂ. കം, ലെറ്റ്സ് ഗോ. രണ്ടുപേരും ഗേറ്റ് കടന്ന് ഹ്യൂമൻ ലൈഫ് സെന്ററിന്റെ ഉള്ളിലേക്ക് കയറി. വെള്ള യൂണിഫോമും തൊപ്പിയും അണിഞ്ഞ ഒരു ജോലിക്കാരൻ അവരെ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, ഡോക്ടറെ കാണാനാണോ? അതെ. നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതാണോ? അല്ല. 1-ാം നിലയിലേക്ക് ചെല്ലൂ, അവിടെയാണ് റിസപ്ഷൻ കൗണ്ടർ. അവർ ചുവന്ന പരവതാനി വിരിച്ച ഗോവണി കയറി 1-ാം നിലയിലെത്തി. റിസപ്ഷൻ എന്ന് എഴുതിയിരിക്കുന്ന വാതിൽ തുറന്ന് അവർ അകത്തേക്ക് നോക്കി. എയർ കണ്ടീഷൻ ചെയ്ത മുറിക്കുള്ളിൽ സുന്ദരിയായ ഒരു യുവതി ഇന്റർകോമിലൂടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവർ വാതിൽക്കൽ തന്നെ നിന്നു. കയറിയിരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അവൾ 1 മിനിറ്റ് കൂടി സംസാരിച്ചതിനു ശേഷം റിസീവർ വെച്ചുകൊണ്ട് ചോദിച്ചു, ഡോക്ടറെ കാണാനാണോ? അതെ. നേരത്തെ ഇല്ല. അവൾ തടിച്ച രജിസ്റ്റർ ബുക്ക് മറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, 11:30 കൺസൾട്ടിംഗ് ബുക്ക് ചെയ്ത ഒരാൾ ഇതുവരെ എത്തിയിട്ടില്ല. 5 മിനിറ്റ് കൂടി കാത്തിരിക്കാമല്ലോ? ഓ യെസ്. പേഷ്യന്റിന്റെ പേര്? ലീന. വയസ്സ്? 23. ജോലി? ഗൃഹഭരണം. രഞ്ജിത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് ഒരു ചീട്ട് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, 100 രൂപ. രഞ്ജിത്ത് 100 രൂപയുടെ ഒരു നോട്ട് എടുത്തു കൊടുത്തു. ആ സെറ്റിയിൽ പോയിരിക്കൂ, ഞാൻ വിളിക്കാം, യുവതി പറഞ്ഞു. അവർ എഴുന്നേറ്റ് സെറ്റിയിൽ പോയിരുന്നു. ടീപ്പോയുടെ മുകളിൽ ചിതറിക്കിടക്കുന്ന വർണ്ണ ഭംഗിയുള്ള ഒരു മാസിക ലീന എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത്ത് ചോദിച്ചു, ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാ നിനക്ക് പേടിയുണ്ടോ? ചേട്ടൻ കൂടെയുള്ളപ്പോ എന്തിനാണ് പേടി? അവൾ പറഞ്ഞു തീർന്നതും റിസപ്ഷൻ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് ഒരു യുവാവ് അകത്തേക്ക് പ്രവേശിച്ചതും ഒപ്പമായിരുന്നു. ലീനയും രഞ്ജിത്തും ആ യുവാവിനെ സൂക്ഷിച്ചു നോക്കി. ലെതർ പോലെ തോന്നിക്കുന്ന തുണി കൊണ്ട് തുന്നിയ ഇറുകിയ പാൻസും കട്ടിയുള്ള കടും ചുവപ്പ് നിറമുള്ള അയഞ്ഞ ഷർട്ടുമായിരുന്നു അവന്റെ വേഷം. തോളറ്റം വളർന്ന് പാറി പറന്നു കിടക്കുന്ന മുടി, ചുവന്ന കണ്ണുകൾ, കുറ്റിത്താടി, കണങ്കയിൽ കറുത്ത ചരട് കെട്ടിയിരിക്കുന്നു. കഴുത്തിൽ കറുത്ത ചരടിൽ കോർത്ത സ്റ്റീൽ കുരിശ്. കയ്യിലിരുന്ന താക്കോൽക്കൂട്ടം കറക്കിക്കൊണ്ടവൻ ലീനയ്ക്ക് എതിർവശത്ത് കിടന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അവളെ സാഗൂതം നോക്കി. അവനെ മാത്രം സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്ന രഞ്ജിത്തിന് വല്ലാത്ത കോപം തോന്നി. ഒറ്റത്തൊഴിക്ക് കസേരയോടൊപ്പം മറിച്ചിടാൻ വാശി തോന്നിയെങ്കിലും നിയന്ത്രണം പാലിച്ചുകൊണ്ട് എഴുന്നേറ്റ് റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. ആ മനുഷ്യൻ ആരാണ്? നിങ്ങളോടൊപ്പം വന്നയാളല്ലേ? അല്ല. അയാളുടെ പെരുമാറ്റം അസഹ്യത ഉളവാക്കുന്നു. ഏയ് മിസ്റ്റർ, റിസപ്ഷനിസ്റ്റ് ശബ്ദമുയർത്തി വിളിച്ചു. യുവാവ് തിരിഞ്ഞു നോക്കി. എന്നെയാണോ വിളിക്കുന്നത്? അതെ. ഡോക്ടറെ കാണാൻ വന്നതാണോ? അല്ല. ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. ദയവായി നിങ്ങൾ ഇറങ്ങിപ്പോകണം, ഇത് ആശുപത്രിയാണ്. യുവാവ് എഴുന്നേറ്റ് ലീനയെ ഒന്നുകൂടി തറപ്പിച്ചു നോക്കിയിട്ട് റിസപ്ഷനിസ്റ്റിനെ ചുണ്ടുകൾ വക്രിച്ച് കാണിച്ച് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അയാൾ ഭ്രാന്തനാണോ മാഡം? രഞ്ജിത്ത് ചോദിച്ചു. നിങ്ങളുടെ ഡ്രൈവർ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. വണ്ടർഫുൾ. ഇങ്ങനെയും ചെറുപ്പക്കാരുണ്ടോ? ഞാൻ കരുതി ഇവളെ നോക്കി ദഹിപ്പിക്കുമെന്ന്. ചേട്ടാ, നമ്മുടെ കാർ മോഷ്ടിക്കാനെത്തിയ കള്ളനായിരിക്കും, ലീന അഭിപ്രായപ്പെട്ടു. രഞ്ജിത്ത് വേഗം പുറത്തേക്കിറങ്ങി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് റോഡിലേക്ക് നോക്കി. ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയ യുവാവ് മാരുതി കാറിന്റെ മുൻവശത്തെ ഗ്ലാസിൽ എന്തോ പറ്റിച്ചു വെച്ചിട്ട്
തൊട്ടു മുമ്പിൽ കിടക്കുന്ന ഒരു മേൽമൂടിയില്ലാത്ത തുറന്ന ജീപ്പിൽ കയറി ഓടിച്ചുപോയി. രഞ്ജിത്ത് വേഗം താഴെ ഇറങ്ങി മാരുതി കാറിനടുത്ത് എത്തി. കാറിന്റെ ഗ്ലാസ്സിൽ 1 രൂപയുടെ ഒരു നാണയം പറ്റിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്ത ഭയം തോന്നി. അവൻ ആരാണ്? എന്താണ് ഉദ്ദേശം? 1 രൂപയുടെ നാണയം എന്തിനായിരിക്കും കാറിന്റെ ഗ്ലാസ്സിൽ പറ്റിച്ചു വെച്ചിരിക്കുന്നത്? അവൻ ഡോറിന്റെ ലോക്കുകൾ ഒന്നുകൂടി പരിശോധിച്ചിട്ട് പരീക്ഷീനായി മുകളിലേക്ക് കയറി ചെന്നു. അയാൾ പോയോ ചേട്ടാ? ജിജ്ഞാസയോടെ ലീന ചോദിച്ചു. രഞ്ജിത്ത് റിസപ്ഷനിസ്റ്റിന്റെ നേർക്ക് തിരിഞ്ഞു. മാഡം, അയാൾ ഇവിടെ സാധാരണ വരാറുള്ളയാളാണോ? നോ, അയാൾ കാർ മോഷ്ടാവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ടാണ് പോയത്. ടേക്ക് ഇറ്റ് ഈസി. കഞ്ചാവടിച്ച് നടക്കുന്ന വല്ല തെമ്മാടികളുമായിരിക്കും. എനിക്കും അങ്ങനെ തോന്നുന്നു. അവന്റെ കണ്ണുകൾ രക്തം പോലെയാണ് ചുവന്നിരിക്കുന്നത്. ഫോർഗെറ്റ്, റിസപ്ഷനിസ്റ്റ് അവരെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ഈ സമയം അവളുടെ എതിർവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ബസർ മുഴങ്ങി. ഡോക്ടർ വിളിക്കുന്നു, അകത്തേക്ക് കയറി ചെല്ലൂ. റിസപ്ഷനിസ്റ്റ് ഡോക്ടർ ഇൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ബോർഡ് ഘടിപ്പിച്ച വാതിൽ കാണിച്ചു കൊടുത്തു. രഞ്ജിത്തും ലീനയും ഡോർ തള്ളി തുറന്ന് ഡോക്ടറുടെ കൺസൾട്ടിംഗ് മുറിയിലേക്ക് കയറി. റിവോൾവിംഗ് ചെയറിൽ ചാരി കിടക്കുന്ന സുമുഖനായ ഡോക്ടർക്ക് നേരെ അവർ കൈകൾ കൂപ്പി. കയറി വരൂ, ഇരിക്കൂ. രണ്ടുപേരും ഡോക്ടർക്ക് അഭിമുഖമായിരുന്നു. ലീന ഏൽപ്പിച്ച കുറിപ്പെടുത്ത് വായിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു, ലീനയ്ക്ക് എന്താണ് കുഴപ്പം? അത് പെട്ടെന്ന് പറയാൻ കഴിയാതെ രഞ്ജിത്ത് വിഷമിച്ചു. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊള്ളൂ, ഡോക്ടർ രഞ്ജിത്തിനെ പ്രേരിപ്പിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇതുവരെ ശാരീരികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലേ? യെസ് ഡോക്ടർ. എന്താണ് ലീനയ്ക്കുള്ള കുഴപ്പം? ശാരീരികമായി ബന്ധപ്പെടുന്നതുവരെ ഇവക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെയാണ് കുഴപ്പം. വല്ലാതെ ഭയപ്പെടുകയും ബോധം നശിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നും മൃഗീയമായ രീതിയിൽ വല്ല സമീപനവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. ഞാൻ ധാരാളം വായിക്കുന്ന സ്വഭാവക്കാരനാണ്. ഇണയെപ്പറ്റി ഉയർന്ന മാനദണ്ഡമാണ് എനിക്കുള്ളത്. ദാമ്പത്യ ബന്ധത്തെപ്പറ്റി പ്രഗത്ഭരായ വ്യക്തികൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. ലീന വായിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഞാനൊരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് വളർന്നത്. പാഠപുസ്തകങ്ങളല്ലാതെ ഒന്നും വായിച്ചിട്ടില്ല, ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോ പ്രോബ്ലം, ഭയപ്പെടണ്ട. നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ലീനയുടെ കണ്ണുകൾ വിടർന്നു. രഞ്ജിത്തിന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ തിളക്കം. അവൻ പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് ഇവൾ ഏതെങ്കിലും യുവാവിനോടൊപ്പം ശാരീരികമായി അടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് പരാതിയൊന്നുമില്ല ഡോക്ടർ. വിവാഹത്തിന് ശേഷമാണല്ലോ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. രഞ്ജിത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിരോധമില്ലെങ്കിൽ അല്പസമയം പുറത്തിരിക്കുക. ഞാൻ ലീനയെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നോക്കട്ടെ. ചേട്ടാ, ഭയത്തോടെ ലീന വിളിച്ചു. ഭയപ്പെടേണ്ട ലീനെ. അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ രഞ്ജിത്ത് ഡോക്ടറുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഡോക്ടർ അവളെ ചാരുകസേരയിൽ ഇരുത്തി ചില നിർദ്ദേശങ്ങൾ നൽകി ഹിപ്നോട്ടൈസ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിനെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ലീനയുടെ രോഗം സൗഖ്യമായിരിക്കുന്നു. 2-3 ദിവസത്തേക്ക് ബന്ധപ്പെടണ്ട. താങ്ക് യു ഡോക്ടർ. എന്തായിരുന്നു അസുഖം? ഐ ആം സോറി. നിങ്ങൾ വളരെയേറെ വായിക്കുകയും ദാമ്പത്യ ജീവിതത്തെ വളരെ വിശാലമായ കണ്ണുകളോടെ കാണുന്ന ആളുമല്ലേ. ഇനി ഒന്നും ഭയപ്പെടേണ്ട. 4 ദിവസം കഴിഞ്ഞ് വീണ്ടും വരണം. രണ്ടുപേരും കൈകൾ കൂപ്പി. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് യാത്രാനുമതി നൽകി. പുറത്തിറങ്ങിയപ്പോൾ രഞ്ജിത്തിന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭയം വീണ്ടും ഉരുണ്ടുകൂടി. ചപ്രത്തലമുടിയുള്ള യുവാവ് തന്റെ കാറിൽ ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ആദ്യം അവന് തോന്നിയത്. കാർ വിശദമായി പരിശോധിച്ചിട്ട് ഗ്ലാസിൽ നിന്നും ഇളക്കിയെടുത്ത 1 രൂപ നാണയമെടുത്ത് തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ടാറിട്ട റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. നാണയത്തിനുള്ളിൽ ബോംബ് ഫിറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അവൻ പോയി അതെടുത്ത് വീണ്ടും പോക്കറ്റിൽ നിക്ഷേപിച്ചു. ആ നാണയം എടുക്കേണ്ടേ ചേട്ടാ? ഇരിക്കട്ടെ. അവൻ കാർ തുറന്നു. രണ്ടുപേരും കാറിൽ കയറി. കാറിന്റെ ഉൾഭാഗം രഞ്ജിത്ത് പരിശോധിച്ചു നോക്കി. എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. കാർ സാവധാനം മുമ്പോട്ട് നീങ്ങിയപ്പോൾ അവൻ ചോദിച്ചു, ഡോക്ടർ എന്താണ് നിന്നോട് ചോദിച്ചത്? എന്നോട് ഉറങ്ങാൻ പറഞ്ഞു. ഉണർന്നപ്പോ ചേട്ടൻ അടുത്തുണ്ടായിരുന്നല്ലോ.
നിന്നെ അദ്ദേഹം മോഹനിദ്രയ്ക്ക് വിധേയയാക്കുകയായിരുന്നു. എന്തോ കോംപ്ലിക്കേറ്റഡ് കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല ചേട്ടാ. ചേട്ടനല്ലാതെ ആരും എന്നെ സ്പർശിച്ചിട്ടുമില്ല. ആരെങ്കിലും ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നോ നോ. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ചേട്ടൻ ഡോക്ടറോട് ചോദിക്കണം. അദ്ദേഹം പറയുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിക്കാം, അവൾ പറഞ്ഞു. വേണ്ട. അന്ന് വൈകിട്ട് ഊണ് കഴിഞ്ഞയുടൻ അവർ കിടക്കമുറിയിൽ കയറി കതകടച്ചു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവർ വേഗം കിടന്ന് ഉറങ്ങി. കൃത്യം രാത്രി 12 മണിയായപ്പോൾ ലീന സാവധാനം എണീറ്റു. ഇരുളിൽ തപ്പി തടഞ്ഞ അവൾ വാതിൽ കണ്ടുപിടിച്ചു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒരു നിഴൽ പോലെ അവൾ നടന്ന് റോഡിലെത്തി. കൂരിരുട്ടിലൂടെ 100 വാര ദൂരം അവൾ നടന്നു. അപ്പോൾ ഒരു തുറന്ന ജീപ്പ് കിടക്കുന്നത് അവൾ കണ്ടു. അവൾ ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പിന്റെ എഞ്ചിന് ജീവൻ വച്ചു. ചക്രങ്ങൾ മുമ്പോട്ട് കുതിച്ചു. യാദൃശികമായി രാത്രിയിൽ ഉറക്കമുണർന്ന രഞ്ജിത്ത് ബെഡിൽ പരതി നോക്കിയപ്പോഴാണ് ലീന അടുത്തില്ലെന്ന് മനസ്സിലായത്. അവൾ ബാത്റൂമിൽ പോയതായിരിക്കുമെന്ന് കരുതി അവൻ കുറേ നേരം കിടന്നു. തിരികെ വരാതിരുന്നപ്പോൾ മനസ്സിൽ അകാരണമായ ഭയം തോന്നി. പെട്ടെന്ന് ബെഡ് ലാമ്പിന്റെ സ്വിച്ചിൽ വിരൽ അമർത്തി. മുറിക്കുള്ളിൽ അരണ്ട പ്രകാശം പരന്നു. അവൻ എഴുന്നേറ്റ് റൂമിനോട് ചേർന്നുള്ള ബാത്റൂമിന്റെ വാതിൽ പരിശോധിച്ചു. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. എങ്കിലും ബാത്റൂം തുറന്ന് അവൻ ലൈറ്റിട്ട് നോക്കിയിട്ട് മുറിയിലേക്ക് കയറിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. അടുത്ത നിമിഷം രഞ്ജിത്തിന് വല്ലാത്ത ഭയം തോന്നി. ലീനയ്ക്ക് മുറിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? അവൻ ഓടിച്ചെന്ന് ഇടനാഴിയിലുള്ള ബാത്റൂം തുറന്നു നോക്കിയിട്ട് തിരിഞ്ഞപ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. രഞ്ജിത്ത് അതിഭയങ്കരമായി ഞെട്ടി. ലീന സ്വപ്നാടനക്കാരിയാണോ? ഏയ് അല്ല. അവക്ക് താൻ അറിയാതെ ഏതോ യുവാവുമായി രഹസ്യബന്ധമുണ്ട്. ഇത്രയും നാൾ അവൾ ആ ബന്ധം തുടരുകയായിരുന്നു. കഴിഞ്ഞ പകൽ ഹ്യൂമൻ ലൈഫ് സെന്ററിൽ എത്തിയ യുവാവിനെ അവൾ അറിയില്ലെന്ന് പറഞ്ഞത് പച്ചക്കള്ളമായിരിക്കും. അവനാണ് തന്റെ ഭാര്യയുടെ ജാരൻ. പെട്ടെന്ന് പരിസരം മറന്ന് അവൻ ഉറക്കെ നിലവിളിച്ചു, അമ്മേ, അമ്മേ. രഞ്ജിത്തിന്റെ അമ്മ യശോദരി അമ്മ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഭയന്ന് വിളറി നിൽക്കുന്ന മകനെ കണ്ട് അവർ ഭയന്നുപോയി. എന്താ മോനെ? ലീനയെ കാണാനില്ല. എന്ത്? ഈ പാതിരാത്രി നേരത്ത് അവൾ എവിടെ പോയി? നീ കുളിമുറിയിൽ നോക്ക്. ഇല്ലമ്മേ, ഇതാ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്റെ ഈശ്വര, ചതിച്ചോ? അവർ വീടിന്റെ 4 വശത്തേക്കുമുള്ള ലൈറ്റുകൾ കത്തിച്ചു. ആദ്യം വീട് മുഴുവൻ പരിശോധിച്ചിട്ട് രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി. കാർ ഷെഡിലും പശുക്കൂട്ടിലും കച്ചിത്തുരുമ്പിന്റെ കീഴിൽ നോക്കി. അവൾ കിണറ്റിൽ? യശോദിരമ്മ ചോദിച്ചു. രഞ്ജിത്ത് ആഴമുള്ള കിണറ്റിലേക്ക് 3 ബാറ്ററിയുടെ ടോർച്ച് തെളിച്ചു നോക്കി. ഇല്ല. അമ്മേ. രഞ്ജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, അവർ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. നീ അവളുമായി വഴക്കുണ്ടാക്കിയോ? എന്തിന്? ഇന്ന് ആശുപത്രിയിൽ പോയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ വല്ല സ്വരച്ചേർച്ചയില്ലായ്മയും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. ഇല്ലമ്മേ, ഉറങ്ങാൻ കിടക്കുന്നത് വരെ അവൾ കൂടുതൽ സന്തോഷവതിയായിരുന്നു. എന്റെ മോള് പിന്നെ എവിടെ പോയി? ഈശ്വര, ചതിക്കല്ലേ. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്താലോ? വരട്ടെ, ആദ്യം നമുക്ക് അവളെ അന്വേഷിക്കാം. അവർ അല്പം ശബ്ദമുയർത്തി വിളിച്ചു. മോളെ, ലീനെ, ലീന മോളെ. ആ ശബ്ദം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ലോക്കിൽ മണി 1 അടിച്ചു. അമ്മേ, എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. നീ പോയി അപ്പുറത്തെ ജോർജ് കുട്ടിയോട് വിവരം ഒന്ന് പറയ്. രഞ്ജിത്ത് അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെന്ന് കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരൽ അമർത്തി. നേരിയ ശബ്ദം കേട്ട് ഉറക്കമുണർന്നു കിടന്ന ജോർജ് കുട്ടി എഴുന്നേറ്റു. ആരാ? ഞാനാടാ, രഞ്ജിത്ത്. ജോർജ് കുട്ടി മുറ്റത്ത് ലൈറ്റ് കത്തിച്ച് വാതിൽ തുറന്നു. എന്താണ് രഞ്ജിത്തെ? ഭയന്ന് വിറച്ചു നിൽക്കുന്ന കൂട്ടുകാരനോട് അവൻ ചോദിച്ചു. എടാ, എന്റെ ലീനയെ കാണാനില്ല. ഈ പാതിരാത്രി കഴിഞ്ഞ നേരത്ത് അവൾ എവിടെ പോയി? അറിഞ്ഞുകൂടാ. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. ജോർജ് കുട്ടി തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി വിവരം പറഞ്ഞിട്ട് ടോർച്ചുമായി രഞ്ജിത്തിന്റെ വീട്ടിലെത്തി. അവർ ഒന്നുകൂടി വീടും പരിസരവും പരിശോധിച്ചു നോക്കി. ഇനി നമ്മൾ എവിടെ അന്വേഷിക്കുക? ജോർജ് കുട്ടി നിരാശയോടെ ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാലോ? വേണ്ടടാ,
ആദ്യം ലീനയുടെ വീട്ടിലേക്ക് വിളിച്ചു പറയാം. അവർ വിഷമിക്കുകയില്ലേ? എന്തു കരുതി അവരോട് പറയാതിരിക്കാൻ പറ്റുമോ? നാളെ അവർ പറയും നീ തല്ലിക്കൊന്ന് പെട്രോൾ ഒഴിച്ച് കരിച്ചു കളഞ്ഞെന്ന്. ജോർജ് കുട്ടി പറഞ്ഞത് ശരിയാണെന്ന് യശോധരി അമ്മയ്ക്കും തോന്നി. ഉടൻ തന്നെ രഞ്ജിത്ത് ലീനയുടെ അച്ഛന് റിങ് ചെയ്തു. തടി ബിസിനസ്സുകാരനായ ലീനയുടെ അച്ഛൻ പണിക്കരും മകൻ മനോഹരനും കൂപ്പുലേലത്തിൽ പങ്കെടുത്തതിനു ശേഷം ബംഗ്ലാവിലേക്ക് കയറിയ ഉടനെയാണ് ടെലിഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത്. മനോഹര, ഫോൺ എടുക്കടാ. ഫോറസ്റ്റ് ഓഫീസർ സ്വാമി ആയിരിക്കും വിളിക്കുന്നത്, പണിക്കർ മകനോട് പറഞ്ഞു. മനോഹരൻ ഓടിച്ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, മനോഹരൻ ഹോൾഡിംഗ്. അളിയ, ഞാൻ രഞ്ജിത്താണ് സംസാരിക്കുന്നത്. എന്തു പറ്റി ഈ അർദ്ധരാത്രി കഴിഞ്ഞ് നേരത്തെ വിളിക്കാൻ? ലീന അവിടെ വന്നോ? ലീനയോ? അതെ, അവളെ കാണാനില്ല. 1 മിനിറ്റ്. റിസീവർ കയ്യിൽ പിടിച്ചുകൊണ്ട് മനോഹരൻ അച്ഛനെ വിളിച്ചു. അച്ഛാ, അച്ഛാ, ഓടി വാ. എന്താടാ? വേഷം മാറുകയായിരുന്ന പണിക്കർ മുണ്ടു മാത്രം ധരിച്ചുകൊണ്ട് ഓടിയെത്തി. ലീനയെ കാണുവാനില്ലെന്ന് രഞ്ജിത്തിന്റെ ഫോണാ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോ അവൾ എവിടെ പോയെന്നാണ് അവൻ പറയുന്നത്. പണിക്കർ ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു. എടാ രഞ്ജിത്തെ, അച്ഛനാണ് സംസാരിക്കുന്നത്. അച്ഛാ, ലീനയെ കാണുവാനില്ല. വാട്ട് നോൺസെൻസ്! അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ എങ്ങനെയാടാ അവളെ കാണാതായത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ പ്രദേശം മുഴുവൻ ഞങ്ങൾ തെരഞ്ഞു. എപ്പോഴാണ് അവളെ കാണാതായത്? ഞാൻ 1 മണിക്കൂർ മുമ്പ് ഉണർന്നപ്പോ ലീനയെ കണ്ടില്ല. ബാത്റൂമിലായിരിക്കുമെന്ന് കരുതി കുറച്ചു നേരം പ്രതീക്ഷിച്ചു. ഒടുവിൽ വീട് തുറന്നു കിടക്കുന്നതാ കണ്ടത്. നിന്റെ അമ്മ ഇവിടെ ഇല്ലേ? ഉണ്ട്. ഇതാ, ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. പണിക്കർ റിസീവർ ക്രാഡിലിൽ വെച്ചിട്ട് മകന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. സംതിങ് ഈസ് റോങ്. അവൻ പറഞ്ഞത് മുഴുവനായി വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. വേഗം തയ്യാറാകൂ. മനോഹരൻ വേഗം തന്റെ കിടക്കമുറിയിലേക്ക് കയറി. മേശവലിപ്പിൽ നിന്നും പിസ്റ്റൾ എടുത്ത് പാൻസിനുള്ളിൽ തിരുകുന്നത് കണ്ടുകൊണ്ട് അവന്റെ ഭാര്യ അശ്വതി ചോദിച്ചു. ലീനയ്ക്ക് എന്തു പറ്റിയെന്നാണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത്, എനിക്കും വല്ലാത്ത ഭയം തോന്നുന്നു. വല്ലാത്ത കാലമല്ലേ. എന്നാലും രഞ്ജിത്ത് അങ്ങനെ വല്ല അവിവേകവും കാണിക്കുമോ? ദേഷ്യത്തോടെ ഒന്ന് തൊഴിച്ചാ മതിയല്ലോ കഥ കഴിയാൻ. എന്റെ പെങ്ങക്ക് വല്ല കുഴപ്പവും പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ... മനോഹരൻ പല്ലു ഞെരുമി. പിസ്റ്റൾ കൊണ്ടുപോകണ്ട. അവൾ അവന്റെ ഷർട്ട് മേൽപോട്ട് ഉയർത്തിയിട്ട് പാൻസിൽ തിരികിയിരിക്കുന്ന പിസ്റ്റളിൽ കയറി പിടിച്ചു. ഇതിരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോ അന്തരീക്ഷം മോശമാണെങ്കിൽ അതുകൊണ്ടാണ് പിസ്റ്റൾ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നീ വെറുതെ ഇരിക്കുക അശ്വതി. എന്റെ പെങ്ങൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പുകച്ചു കളയും. എന്നിട്ട് ഞാൻ ഈ പിഞ്ചു കുഞ്ഞും അനാഥരാകണമല്ലേ? അവനെപ്പോലെ 10 എണ്ണത്തിന് നിരത്തി നിർത്തി ഞാൻ വെടിവെച്ച് കൊന്നാലും നീ അനാഥയാവുകയില്ല. മനോഹര, വാടാ. പണിക്കൊരു ശബ്ദം കേട്ട് അവൻ ധൃതിയിൽ മുറിയിൽ നിന്ന് ഇറങ്ങി. അച്ഛാ, അശ്വതി വിളിച്ചു. എന്താ മോളെ? ചേട്ടന്റെ കയ്യിൽ പിസ്റ്റൾ ഉണ്ട്. 2 എണ്ണം വേണോടാ? ഞാനും എടുത്തിട്ടുണ്ട്. പണിക്കരുടെ മറുപടി കേട്ട് അശ്വതി നടുങ്ങി. അവർ കാറിന്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. ഡ്രൈവർ കാർ ഇറക്കി. കൊച്ചുകൃഷ്ണ, പണിക്കർ ഡ്രൈവറെ വിളിച്ചു. എന്തോ? ലീനമോളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ഫോൺ ഉണ്ടായിരുന്നു. നമ്മൾ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്റെ ഭഗവതി, ഇന്നലെയും മോൾ ഇവിടെ വന്നതാണല്ലോ. കുഞ്ഞിന് എന്തു പറ്റിയതാ സാറേ? ആർക്കറിയാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നീയും നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. പണിക്കർ ജുബയുടെ കീശയിൽ നിന്നും വിദേശ നിർമ്മിതമായ പിസ്റ്റൾ എടുത്ത് മടക്കി തിരകൾ ഒന്നുകൂടി പരിശോധിച്ചിട്ട് തിരികെ ഇട്ടുകൊണ്ട് മകനോട് പറഞ്ഞു. തെറ്റ് ചെയ്തത് രഞ്ജിത്താണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ 1 നിമിഷം പോലും വൈകാതെ അവനെയും തള്ളയും കരിച്ചു കളയണം. അക്കാര്യം ഞാൻ ഏറ്റു. അവൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണച്ചാ. എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. മനോഹരൻ പല്ലി ഞെരിച്ചുകൊണ്ട് കാറിന് വേഗത വർദ്ധിപ്പിക്കാൻ കൊച്ചുകൃഷ്ണനോട് പറഞ്ഞു. കൊച്ചുകൃഷ്ണൻ കാറിന്റെ വേഗത പരമാവധി വർദ്ധിപ്പിച്ചു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ രഞ്ജിത്തിന്റെ വീട്ടുപടിക്കലെത്തി. കരഞ്ഞു കലങ്ങിയ മുഖവുമായി രഞ്ജിത്ത് ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ചു. ക്രുദ്ധനായ സിംഹത്തെ പോലെ മനോഹരൻ അവരെ നോക്കിയിട്ട് മുറ്റത്തേക്ക് നടന്നു. വീടും മുറ്റവും നിറയെ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യശോധരി അമ്മ ഓടിച്ചെന്ന് മനോഹരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്റെ പെങ്ങളെവിടെ? യശോധരി അമ്മയുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൻ പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു. കരഞ്ഞുകൊണ്ട് അവർ സംഭവിച്ചതെല്ലാം വിവരിച്ചു പറഞ്ഞു.
പണിക്കരും മനോഹരും വീടിന്റെ ഓരോ ഇഞ്ച് സ്ഥലവും പരിശോധിച്ചതിനു ശേഷം രഞ്ജിത്തിനോട് വിവരങ്ങൾ തിരക്കി. കഴിഞ്ഞ ദിവസം ഹ്യൂമൻ ലൈഫ് സെന്റർ എന്നു പേരുള്ള സൈക്കോ തെറാപ്പി സെന്ററിൽ വെച്ചുണ്ടായ അനുഭവം അവൻ സവിസ്തരം പറഞ്ഞു. അളിയൻ പോലീസിൽ വിവരം അറിയിച്ചില്ലേ? ഇല്ല, ആദ്യം നിങ്ങളെ വിവരം അറിയിച്ചിട്ടാകാമെന്ന് കരുതി. രഞ്ജിത്ത് നിരപരാധിയായിരിക്കുമെന്ന് മനോഹരന് തോന്നി. അവൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, ആരാണ് സംസാരിക്കുന്നത്? മനോഹർ പണിക്കർ. എസ് ഐ അവിടെ ഉണ്ടോ? ഇല്ല സർ, അഡീഷണൽ എസ് ഐ ഉണ്ട്. അയാൾക്ക് ഫോൺ കൊടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഡീഷണൽ എസ് ഐ ഹുസൈൻ ഫോൺ അറ്റൻഡ് ചെയ്തു. എടോ ഹുസൈനെ, എസ് ഐ എവിടെയാണ്? അദ്ദേഹം ക്വാർട്ടേഴ്സിലുണ്ട് സർ. എന്റെ സഹോദരിയെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മുതൽ കാണാനില്ല. വേഗം താനും എസ് ഐയും ഇങ്ങോട്ട് വരണം. വല്ല ലോഡ്ജിലും അന്വേഷിക്കാമെന്ന് പറയാനാണ് അഡീഷണൽ എസ് ഐക്ക് തോന്നിയതെങ്കിലും വിനയ ശബ്ദത്തിൽ പറഞ്ഞു. യെസ് സർ. മനോഹർ ഉടൻ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവന്റെ വസതിയിലേക്ക് ഫോൺ ചെയ്ത് വിവരങ്ങൾ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സർക്കിളും എസ് ഐയും പാർട്ടിയും അവിടെ എത്തിച്ചേർന്നു. രഞ്ജിത്തിനെയും യശോദരയമ്മയും അവർ ചോദ്യം ചെയ്തു. രഞ്ജിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ലീന സ്വമനസ്സോടെ മുൻ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയതാണ്. ലീനയുടെ കൂട്ടുകാരികളിൽ നിന്നും അവളുടെ കാമുകനെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. അവളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. നിശബ്ദനായിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറോട് മനോഹർ ചോദിച്ചു. സാർ എന്തു പറയുന്നു? ഡോണ്ട് ബി സില്ലി. 24 മണിക്കൂറിനകം ലീനയെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അവൾ ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? 100% അവൾ ജീവിച്ചിരിപ്പുണ്ട്. മനോഹരെ അല്പം ദൂരേക്ക് മാറ്റി നിർത്തി സർക്കിൾ ഇൻസ്പെക്ടർ തന്റെ കണക്കുകൂട്ടലുകൾ വിശദീകരിച്ചുകൊണ്ട് തുടർന്നു. ലീനയെ ഹിപ്നോട്ടൈസ് ചെയ്ത സൈക്കോ തെറാപ്പിസ്റ്റ് ഡോക്ടർ മാർട്ടിൻ പെരേരയുടെ കേസ് അന്വേഷണത്തിനായി രഹസ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഡോക്ടറുടെ ബംഗ്ലാവിലേക്ക് പോകാം. മനോഹരന്റെ നിർബന്ധത്തിന് വഴങ്ങി സർക്കിൾ ഇൻസ്പെക്ടർ അവരുടെ കാറിൽ കയറി ഡോക്ടറുടെ ബംഗ്ലാവിലെത്തി. എന്നാൽ ഡോക്ടർ ആശുപത്രിയിലാണെന്നറിഞ്ഞ് അവർ ഹ്യൂമൻ ലൈഫ് സെന്ററിലെത്തി. അപ്പോഴേക്കും നേരം പുലരാറായി കഴിഞ്ഞിരുന്നു. ഡോക്ടറുമായി സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ സംസാരിച്ചു. രഞ്ജിത്തുമായി ലീനയ്ക്ക് ശാരീരികമായി ബന്ധത്തിലേർപ്പെടാൻ കഴിയാതിരുന്നതിന്റെ മാനസികമായ വൈകല്യം എന്താണെന്ന് ഡോക്ടർ വിശദീകരിച്ചു. ലീനയുടെ മനസ്സും ശരീരവും മറ്റൊരു യുവാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ആ ശരീരം മറ്റൊരാൾക്ക് പങ്കുവെക്കാതിരിക്കാൻ മനസ്സ് കണ്ടുപിടിച്ച തന്ത്രമാണ് ബോധക്ഷയം. ഡോക്ടറുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ സർക്കിൾ ഇൻസ്പെക്ടർ മനോഹരനോട് എന്തോ പറയാനായി ഭാവിക്കുമ്പോഴാണ് പട്ടണത്തിൽ നിന്നും ടെമ്പോയിൽ പാൽ കൊണ്ടുവരുന്ന ഡ്രൈവർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് ഒരു യുവതി ട്രെയിൻ കയറി മരിച്ച വിവരം പറയുന്നത് കേട്ടത്. എവിടെ വെച്ചാണ് അപകടം സംഭവിച്ചത്? സർക്കിൾ ഇൻസ്പെക്ടർ ജിജ്ഞാസയോട് ചോദിച്ചു. ലെവൽ ക്രോസിംഗിലാണ് സർ. റെയിൽവേ പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് കേൾക്കേണ്ട താമസം മനോഹരനും സർക്കിൾ ഇൻസ്പെക്ടറും ലെവൽ ക്രോസിംഗ് ലക്ഷ്യമാക്കി കുതിച്ചു. ലെവൽ ക്രോസിൽ ജീപ്പ് നിർത്തിയ ഉടൻ മനോഹരൻ ചാടിയിറങ്ങി ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗത്ത് ഓടിയെത്തി. ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ലീനയുടെ ശരീരം കണ്ട് അവൻ തളർന്നുപോയി. കൊച്ചുകുട്ടിയെപ്പോലെ അവൻ കുറേ നേരം പരിസരം മറന്ന് ഇരുന്ന് കരഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ അവന്റെ തോളത്ത് തട്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മനോഹര, ഇത് കരയാനുള്ള സമയമല്ല, പ്രവർത്തിക്കാനുള്ള സമയമാണ്. എത്രയും പെട്ടെന്ന് റെയിൽവേ പോലീസിൽ നിന്നും ജഡം ഏറ്റുവാങ്ങണം. ഞാൻ ആകെ തകർന്നുപോയി സർ. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ച കുഞ്ഞു പെങ്ങളാണ് ചതഞ്ഞെറിഞ്ഞു കിടക്കുന്നത്. ധൈര്യമായിരിക്കൂ. എത്രയും പെട്ടെന്ന് പ്രതിയെ നമുക്ക് കസ്റ്റഡിയിലെടുക്കാം. അദ്ദേഹം കൂടി ഉത്സാഹിച്ച് റെയിൽവേ പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് വേഗത വർദ്ധിപ്പിച്ചു. ജഡം ഏറ്റുവാങ്ങി പോസ്റ്റ്മോർട്ടം നടത്തി. മരണത്തിന് തൊട്ടു മുൻപ് ലീന ശാരീരിക ബന്ധം നടത്തിയിരുന്നതായി തെളിഞ്ഞു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ലീനയെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ശവസംസ്കാരം കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ ലീനയുടെ ഭർത്താവിനെയും അമ്മയെയും വിശദമായി ചോദ്യം ചെയ്തു. അവരുടെ ഭാഗത്തു നിന്നും സംശയത്തിന്റെ ഒരു കണിക പോലും ലഭിച്ചിട്ടില്ല. ഭർതൃഗൃഹത്തിൽ നിന്നും ലീനയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. തകർന്ന മനസ്സുമായി മനോഹരൻ സർക്കിൾ ഓഫീസിലെത്തി. പ്രതിയെപ്പറ്റി വല്ല സൂചനയും ലഭിച്ചോ സാറേ? മനോഹര, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിത്. ഡോക്ടർ പെരേര എന്ന സൈക്യാട്രിസ്റ്റ് പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ലീനയ്ക്ക് വളരെ രഹസ്യമായ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു.
എന്ത്? ഇനി മനോഹരനോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ലീനയ്ക്ക് ഒരിക്കലും രഞ്ജിത്തുമായി ശാരീരികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ബന്ധപ്പെടാൻ ആരംഭിക്കുമ്പോൾ അവൾക്ക് ബോധക്ഷയമുണ്ടാകും. ഇതിന്റെ ചികിത്സ തേടിയാണ് അവർ പെരേരയുടെ ഹ്യൂമൻ സെന്ററിൽ എത്തിയത്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സർ. ഇതൊരു കെട്ടുകഥ പോലെ തോന്നുന്നു. കെട്ടുകഥയല്ല, യാഥാർത്ഥ്യമാണ്. ലീനയ്ക്ക് ശക്തമായ മാനസിക പിരിമുറുക്കമുണ്ടായിരുന്നു. വിവാഹത്തിന് മുൻപ് ഏതെങ്കിലും ചെറുപ്പക്കാരോട് അവൾക്ക് അടുപ്പമുണ്ടായിരുന്നു? അല്പനേരം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, എൻ്റെ അറിവിൽ ആരുമില്ല. അഥവാ അങ്ങനെയുണ്ടെങ്കിൽ രഞ്ജിത്തുമായുള്ള വിവാഹത്തിന് അവൾ സമ്മതിക്കുമോ? സമ്മതിക്കും. നിങ്ങൾ അച്ഛനും മകനും പിടിവാശിക്കാരാണ്. അവൾ നിങ്ങളെ സ്നേഹിക്കുന്നതിലുപരി ഭയപ്പെടുന്നുണ്ടായിരിക്കാം. ആ സ്ഥിതിക്ക് നിങ്ങൾ ആലോചിച്ച് നല്ലതെന്ന് കണ്ട വിവാഹം വേണ്ടെന്ന് പറയാൻ അവൾക്ക് കഴിഞ്ഞു കാണില്ല. രഞ്ജിത്തുമായി അവൾക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ. ഭാര്യ എന്ന നിലയ്ക്ക് അവൾക്ക് പ്രശ്നമില്ല. എന്നാൽ അവളുടെ മനസ്സ്, അല്ലെങ്കിൽ ഉപബോധ മനസ്സ്, ഈ ബന്ധത്തെ അംഗീകരിച്ചിരുന്നില്ല. ഇത്തരം മാനസികമായ അതൃപ്തിക്ക് ഫ്രിജിഡിറ്റി എന്നാണ് പറയുന്നത്. ലീനയുടെ കേസ് കുറച്ചുകൂടി സങ്കീർണമായിരുന്നു. അവക്ക് ബോധക്ഷയം തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇനി എന്തു ചെയ്യും? വളരെ സാവകാശം അന്വേഷിക്കണം. ലീനയുമായി സൗഹൃദമുണ്ടായിരുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണം. തുറന്ന ജീപ്പിൽ വന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി രഞ്ജിത്ത് പറയുന്നുണ്ടല്ലോ. അവനായിരിക്കും എൻ്റെ പെങ്ങളെ ആവശ്യം കഴിഞ്ഞ് കൊന്ന് റെയിൽപാളത്തിൽ വെച്ചത്. അതെ, അവൻ തന്നെ ആയിരിക്കും. അവന് ആരാണെന്നറിയാവുന്ന വ്യക്തി ലീനയല്ലേ? മനോഹരൻ, സമാധാനായിരിക്കെ. പ്രതിയെ ഞാൻ കണ്ടുപിടിക്കാം. സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവനെ വിശ്വസിച്ച് അവൻ പോയി. വീട്ടിലെത്തിയ ഉടൻ തളർന്നു കിടക്കുന്ന പണിക്കരോട് ബാഹ്യമായി വിവരങ്ങൾ പറഞ്ഞിട്ട് അശ്വതിയോട് രഹസ്യമായി വിശദീകരിച്ചു പറഞ്ഞിട്ട് അവൻ ചോദിച്ചു, അവൾ ആരെയെങ്കിലും പ്രേമിച്ചിരുന്നതായി നിനക്കറിയാമോ? ഇല്ല. ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. ഒരു ചെറിയ സൗഹൃദമെങ്കിലും ഏതെങ്കിലും ചെറുപ്പക്കാരനുമായി ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ വെറുതെ ഒരു പേര് പറയും, നിങ്ങൾ അവനെ വെടിവെച്ചു കൊല്ലും. ഇല്ല അശ്വതി, ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. സർക്കിൾ ഇൻസ്പെക്ടർക്ക് അന്വേഷിക്കാനാണ്. എൻ്റെ ഓർമ്മയിൽ ആരുമില്ല. ഞാൻ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി നീ പറയാതിരിക്കുന്നതല്ലേ? അല്ല, ഒരു ചെറുപ്പക്കാരനോട് യാദൃശ്ചികമായി ഒന്ന് സംസാരിക്കുന്നത് കണ്ട പ്രേമമാവുമോ? പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ അങ്ങനെയൊരു നീക്കം കാണുമ്പോഴല്ലേ സംശയിക്കപ്പെടുന്നത്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മനോഹരനുണ്ടായിരുന്ന ഏക പ്രതീക്ഷ മങ്ങി. സർക്കിൾ ഇൻസ്പെക്ടർ അനേകം ആളുകളെ ചോദ്യം ചെയ്തു. ഡോക്ടറുമായി വീണ്ടും സംസാരിച്ചു. എന്നാൽ ലീനയ്ക്കുണ്ടായിരുന്ന പൂർവ്വകാല ബന്ധത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. ആർടിഒയുമായി ബന്ധപ്പെട്ട് ജീപ്പുടമകളെ മുഴുവൻ രഹസ്യമായി നിരീക്ഷിച്ചു. രഞ്ജിത്ത് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സർക്കിൾ ഇൻസ്പെക്ടറുടെ കേസന്വേഷണത്തിന്റെ വേഗത കുറഞ്ഞു. ഉടൻ പിടിക്കപ്പെടുമെന്ന് കരുതിയ പ്രതിയെപ്പറ്റി യാതൊരു സൂചനയും ഇല്ലാതായപ്പോൾ പണിക്കരും മനോഹരനും നിരാശനായി. അവരുടെ പണത്തിനും പ്രൗഢിക്കും അത് മങ്ങലേൽപ്പിച്ചു. അതോടൊപ്പം പണിക്കരുടെ മകൾ പിഴച്ചവളായിരുന്നു എന്നുള്ള കിംവദന്തി നാട്ടിൽ പരന്നു. എന്ത് വില കൊടുത്തും സഹോദരിയുടെ ഘാതകനെ പിടികൊണ്ടുമെന്ന് മനോഹരൻ തീരുമാനിച്ചു. അതിന് ഒരു വഴി ആലോചിച്ച് കണ്ടുപിടിച്ചു. ഡോക്ടർ പെരേരയുടെ വീട്ടിലേക്ക് ചെല്ലുക. അതിമനോഹരമായ ഒരു ഉദ്യാനത്തിന് മധ്യത്തിലായിരുന്നു ഡോക്ടറുടെ വീട്. വീടിന് ചുറ്റും പുൽത്തകിടുകൾ, വെട്ടി നിർത്തിയ ഇലച്ചെടികൾ, പുഷ്പിച്ചു നിൽക്കുന്ന ഒരേ തരം ചെടികൾ, കരകൗശല വസ്തുക്കൾ, തികച്ചും മനസ്സിന് കുളിർമ നൽകുന്ന അന്തരീക്ഷം. തോട്ടം ഭംഗിയായി സൂക്ഷിക്കുന്നതിനും പുറംപണികൾ ചെയ്യുന്നതിനും ബാബു എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടറുടെ ഭാര്യ സുന്ദരിയാണ്. മാനത്തു നിന്നും പൊട്ടി വീണതുപോലെ കവികൾ വർണ്ണിക്കുന്ന അസാധാരണ സൗന്ദര്യത്തിന്റെ ഉടമ. മെർലിൻ എന്നായിരുന്നു പേര്. സംഗീതത്തോടും സംഗീതജ്ഞരോടും കടുത്ത ആരാധനയായിരുന്നു അവൾക്ക്. മെർലിന്റെ സംഗീതത്തോടുള്ള പ്രേമം പിന്നണി ഗായകനായ റോബിൻസണുമായുള്ള പ്രണയത്തിൽ കലാശിച്ചു. റോബിൻ ഡോക്ടറുടെ വീട്ടിലെ നിത്യ സന്ദർശകനായി തീർന്നു. ബാബു ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു. വലിയ വീട്ടിലെ വലിയവരുടെ കാര്യങ്ങൾ തലയിട്ടാൽ കഞ്ഞുകുടി മുട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. ഒരു ദിവസത്തിന്റെ സിംഹഭാഗവും ആശുപത്രിയിൽ കഴിച്ചുകൂട്ടുന്ന ഡോക്ടർക്ക് ഭാര്യയെ ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. അന്നും പതിവ് പോലെ മെർലിന് ഫോൺ ചെയ്തിട്ട് റോബിൻ തന്റെ അംബാസഡർ കാറിലെത്തി. ചെടികൾ ക്രോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ബാബു അയാളെ കൺകോണിലൂടെ നോക്കിയിട്ട് വിളറിയ ചിരിയോടെ തന്റെ പണികൾ തുടർന്നു.
റോബിൻ കോളിംഗ് ബെൽ അടിക്കേണ്ടി വന്നില്ല. മെർലിൻ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു. അവൻ അകത്തേക്ക് കയറിയ ഉടൻ മെർലിൻ വാതിൽ അടച്ചു പൂട്ടിയിട്ട് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുതിയ പാട്ട് കേട്ട് ആസ്വദിക്കുകയായിരുന്നു. നമുക്ക് ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാം. അയാൾ അവളെ ആലിംഗനം ചെയ്തു. തൊടുതൊടുത്ത ആദരങ്ങളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ബാബുവിന് നമ്മളെ സംശയമുണ്ടെന്ന് തോന്നുന്നു. എന്തിന്? ഞാൻ ഇപ്പോൾ ഒരു നിത്യ സന്ദർശകനല്ലേ? അത് സാരമില്ല. അവൻ ഡോക്ടറോട് പറയുമോ? ഏയ് ഇല്ല. ഉറപ്പാണോ? അവർ ആലിംഗനബദ്ധരായി അങ്ങനെ തന്നെ കുറേ സമയം നിന്നു. അപ്പോൾ മെർലിൻ പറഞ്ഞു, നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. മെർലിനെ കോരിയെടുത്തുകൊണ്ട് പിന്നണി ഗായകൻ അവളുടെ ബെഡ്റൂമിലെത്തി. അവന്റെ ഏറ്റവും പുതിയ പാട്ടിന്റെ ശബ്ദം കുറഞ്ഞു. പകരം മെർലിന്റെ അടക്കി പിടിച്ചുള്ള ചിരിയും കിന്നാര വർത്തമാനങ്ങളും ഉയർന്നു. റോബിന്റെ സംഗീതം പോലെ തന്നെ റോബിനും അവളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഗായകനും ആരാധികയും ഒന്നായി. അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. രണ്ടുപേരും ഞെട്ടിത്തെറിച്ചു. റോബിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഒളിഞ്ഞു നിന്നു. മെർലിൻ വാതിൽക്കിലെത്തി ഒരു നിമിഷം പകച്ചു നിന്നു. വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങി. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആഗതൻ തന്റെ ഭർത്താവല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ വർദ്ധിച്ച ചങ്കിടിപ്പോടെ വീണ്ടും വാതിൽ തുറക്കാതെ മടിച്ചു നിന്നു. വീണ്ടും ബെൽ മുഴങ്ങിയപ്പോൾ അവൾ വാതിൽ തുറന്നു. മദ്യപിച്ച ഉന്മത്തനായ യുവാവ് മെർലിനെ തറപ്പിച്ചു നോക്കിയിട്ട് പതറിയ ശബ്ദത്തിൽ ചോദിച്ചു, ഡോക്ടർ ഇവിടെയുണ്ടോ? ഇല്ല. പറഞ്ഞു തീർന്നതും അവൾ വാതിൽ വലിച്ചടച്ചു. അവൻ ബലമായി വാതിൽപ്പാളിയിൽ പിടിച്ചു തള്ളിക്കൊണ്ട് ബംഗ്ലാവിനുള്ളിലേക്ക് കയറി. നിങ്ങൾ ആരാണ്? എന്തു വേണം? ഭയത്തോടെ അവൾ ചോദിച്ചു. ഞാൻ ഡോക്ടർ മാർട്ടിൻ പെരേരയെ കാണാമെന്നതാണ്. ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെന്തിനാണ് അതിക്രമിച്ച് വീടിനുള്ളിൽ കയറിയത്? നിങ്ങൾ അപമര്യാദ കാണിച്ചതുകൊണ്ട്. ഹേയ് മിസ്റ്റർ, ഇറങ്ങിപ്പോകണം. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് എനിക്ക് പുല്ലാടി, പുല്ല്. മര്യാദയ്ക്ക് ഡോക്ടറെ വിളിക്കൂ. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഒളിഞ്ഞു നിൽക്കുകയായിരുന്ന റോബിൻ സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു. താൻ ആരാണ്? റോബിൻ ആജ്ഞാസ്വരത്തിൽ ചോദിച്ചു. ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാണ്. ഡോക്ടർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ഇത്ര അധികാരമോ? എഴുന്നേൽക്കടാ. റോബിൻ മുന്നോട്ട് ചെന്ന് യുവാവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. യു ബാസ്റ്റേഡ്, വിടടാ. യുവാവ് കുതറി. അടുത്ത നിമിഷം റോബിന്റെ വലതുകൈ യുവാവിന്റെ കരണത്ത് പതിച്ചു. കവിൾത്തടം തടവിക്കൊണ്ട് യുവാവ് ചാടി എണീറ്റു. ഒരു നിമിഷം റോബിനെ തറപ്പിച്ചു നോക്കിയിട്ട് അവന്റെ വയറ്റിൽ ഒരു തുഴി കൊടുത്തു. റോബിൻ കാർപ്പറ്റ് വിരിച്ച തറയിൽ മലർന്നടിച്ചു വീണു. അവൻ എഴുന്നേറ്റ് വന്നത് ടീപ്പോയി ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. അതേ നിമിഷം തന്നെ യുവാവ് അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പിസ്റ്റൾ വലിച്ചെടുത്ത് റോബിന്റെ നേർക്ക് ചൂണ്ടി. ടീപ്പോയി താഴെയിടൂ. റോബിൻ ടീപ്പോയി താഴെയിട്ടു. നീയല്ലേടി ഡോക്ടറുടെ ഭാര്യ? അതെ. ഭയന്ന് വരച്ച് നിൽക്കുന്ന മെർലിൻ പറഞ്ഞു. ഡോക്ടറെ ഫോൺ ചെയ്ത് വിളിക്ക്. മെർലിൻ ദയനീയമായി റോബിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം റോബിന് മനസ്സിലായി. ഡോക്ടർ മാർട്ടിൻ പെരേര ഈ സമയത്ത് എത്തിച്ചേർന്നാൽ സംഭവിക്കുക ഭൂകമ്പമാണ്. ഈ പിസ്റ്റൾ പിടിച്ചു വാങ്ങി ഡോക്ടർ തന്നെയും മെർലിനെയും വെടിവെച്ചു കൊല്ലും. എങ്ങനെയെങ്കിലും ഈ രംഗം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് കരുതി അവൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണമാണോ? റാസ്കൽ, പണവും പെണ്ണുമല്ല എനിക്ക് ആവശ്യം. പിന്നെ എനിക്ക് ഡോക്ടർ പെരേരയെ കാണണം. നിങ്ങൾ ദയവായി ആശുപത്രിയിലേക്ക് പോകൂ, പ്ലീസ്. അതെ, ഈ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ആശുപത്രിയിലേക്ക് ചെല്ലൂ. മെർലിനും റോബിനെ പിന്താങ്ങി. നീ ഡോക്ടറുടെ അനുജനാണോ? അല്ല. പിന്നെ? പിന്നണി ഗായകൻ റോബിൻസൺ എന്ന് കേട്ടിട്ടില്ലേ? ഞാനാണ് റോബിൻസൺ. വേഗം ഡോക്ടറെ വിളിക്കൂ, അല്ലെങ്കിൽ രണ്ടുപേരെയും ഞാൻ വെടിവെച്ച് വീഴ്ത്തും. മെർലിൻ ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ റോബിൻ അകത്തേക്ക് വലിയാൻ ഭാവിക്കുന്നത് കണ്ടുകൊണ്ട് യുവാവ് പറഞ്ഞു, ആയുധമെടുക്കാനുള്ള സമയം കഴിഞ്ഞുപോയി. മര്യാദയ്ക്ക് ഈ കസേരയിൽ വന്നിരിക്കുക. ഞാൻ പുറത്തേക്ക് പോവുകയാണ്. വേണ്ട, ഡോക്ടർ വരട്ടെ. ആ മറുപടി കേട്ട് മെർലിൻ നടുങ്ങി. അദ്ദേഹത്തെ വിട്ടയക്കൂ, എന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. നോ, ഡോക്ടറുമായി ഞാൻ സംസാരിച്ച് തീരുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും ഈ മുറിയിൽ നിന്ന് ചലിക്കാൻ പാടില്ല.
5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പെരേരയുടെ കാർ പോർച്ചിൽ വന്നു നിന്നു. മെർലിനോട് വാതിൽ തുറക്കാൻ യുവാവ് ആവശ്യപ്പെട്ടു. അവൾ യന്ത്രം പോലെ നടന്നു ചെന്ന് വാതിൽ തുറന്നു. നിർവികാരനായി നിൽക്കുന്ന റോബിനെയും തന്റെ ഭാര്യയെയും അദ്ദേഹം മാറി മാറി നോക്കിയിട്ട് വാതിൽ അടച്ചു പൂട്ടിയ ശേഷം കസേരയിൽ അമർന്നിരിക്കുന്ന യുവാവിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തു വേണം? എന്റെ പേര് മനോഹരൻ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ലീനയുടെ സഹോദരനാണ്. അവന്റെ മുഖഭാവവും മര്യാദയില്ലാത്ത പെരുമാറ്റവും വലതു കൈയിലിരിക്കുന്ന പിസ്റ്റളും കണ്ടപ്പോൾ ഡോക്ടർ പെരേരയുടെ മനസ്സ് ഒന്ന് കുലുങ്ങി. എന്തിനാണ് ഇവിടെ വന്നത്? എന്റെ സഹോദരിയുടെ മുൻകാല ജീവിതത്തെ പറ്റിയുള്ള പൂർണ്ണ വിവരം അറിയണം. ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഞാൻ സിയോട് പറഞ്ഞല്ലോ. വളച്ചൊടിക്കാതെ കുറ്റവാളിയുടെ പേര് വ്യക്തമായി പറയണം. എന്റെ സഹോദരിയെ നശിപ്പിച്ചവൻ, അവൻ ആരായാലും ഞാൻ വെറുതെ വിടുകയില്ല. സുഹൃത്തെ, ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ടല്ലോ ഞാൻ രോഗിയുമായി കൺസൾട്ട് ചെയ്യുന്നത്. ആ പെൺകുട്ടിയോടൊപ്പം പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി കോഴ്സ് കഴിയുന്നവരെ പഠിച്ച ഒരു യുവാവുമായി വേർപിരിയാനാവാത്ത വിധം അടുപ്പത്തിലാണെന്ന് അവൾ പറഞ്ഞു. 100 കണക്കിന് രോഗികളിൽ ഒരാളായി ലീനയെയും കരുതിയതുകൊണ്ട് ആ പേര് ഞാൻ പ്രത്യേകം ഓർമ്മയിൽ വെച്ചില്ല. എന്നെ വിശ്വസിക്കൂ പ്ലീസ്. നിങ്ങൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ, ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് മനോഹരൻ എഴുന്നേറ്റു. ലീനയെ കാണാതായ രാത്രിയിൽ നിങ്ങൾ സിയയോടൊപ്പം ഇവിടെ വന്നതല്ലേ? ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു. അതെ. അപ്പോഴുണ്ടായിരുന്ന മുഖമല്ലല്ലോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ശരിയാണ്, ഈ മുഖഭാവം ഇനിയും മാറും. കതക് വലിച്ചു തുറന്നിട്ട് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അവൻ പുറത്തേക്കിറങ്ങി. ഡോക്ടർ മാർട്ടിൻ പെരേര സാവധാനം നടന്നു ചെന്ന് വാതിൽ അടച്ചു പൂട്ടിയിട്ട് റോബിനും മെർലിനും അഭിമുഖമായി നിന്നു. റോബിൻ, ഡോക്ടർ പെരേര ശബ്ദമുയർത്തി ഭാര്യയുടെ ജാരനെ വിളിച്ചു. അവൻ മുഖമുയർത്തി ഡോക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ എന്തിനാണ് ഇവിടെ വന്നത്? വെറുതെ ഡോക്ടറെ കാണാൻ വന്നതാണ്. ഒരു ദിവസത്തിന്റെ 22 മണിക്കൂറും ഞാൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഇവൾ പറഞ്ഞില്ലേ? പറയടാ. ഡോക്ടറുടെ ശബ്ദം കൂടുതൽ പരുഷമായി. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ തമ്മിൽ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ബന്ധം ഇപ്പോഴും തുടരുന്നതിന്റെ കാരണക്കാരി ഈ നിൽക്കുന്ന എന്റെ ഭാര്യയാണ്, ഈ വേശ്യ. ഷട്ടപ്പ്! മെർലിൻ പൊട്ടിത്തെറിച്ചു. എന്തു പറഞ്ഞടി? ഒരു ഡോക്ടർക്ക് സ്വന്തം ഭാര്യയുടെ വികാരങ്ങളും വിചാരങ്ങളും കൂടി അറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. ഞാനൊരു സ്ത്രീയാണ്, മജ്ജയും മാംസവുമുള്ള ഒരു യുവതി. നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റുന്നില്ലേ? ഉണ്ട്. ഇഷ്ടം പോലെ പണം, സുഖ സൗകര്യങ്ങൾ. ഒരു ഭാര്യയ്ക്ക് അത് മാത്രം പോരാ. 4 വർഷമായില്ലേ എനിക്കൊരു കുഞ്ഞിനെ താലോലിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് ഞാൻ കുഞ്ഞിനെ തരാത്തതിന് പകരം വീട്ടുന്നത് ഇങ്ങനെയാണല്ലേ? ഞാൻ പകരം വീട്ടുകയല്ല. പിന്നെ ഇതിന്റെ അർത്ഥം എന്താണ്? റോബിൻ എന്നിലെ സ്ത്രീയെ കണ്ടു. വാ ബ്ലഡി ബാസ്റ്റർഡ്! ഡോക്ടർ പെരേരയുടെ വലതു കൈ മെർലിന്റെ കരണത്ത് ആഞ്ഞു പതിച്ചു. ഡോക്ടർ! റോബിൻ അലറിക്കൊണ്ട് മുന്നോട്ടാഞ്ഞു. ഇറങ്ങട പട്ടി! ഡോക്ടർ പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സോക്സിനുള്ളിൽ നിന്നും 4 ഇഞ്ച് മാത്രം വലിപ്പമുള്ള അത്യാധുനികമായ ഒരു റിവോൾവർ പുറത്തെടുത്തുകൊണ്ട് തുടർന്നു. ഡോക്ടർ പെരേരെ ഒരു കൊലയാളിയാകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്രതീക്ഷിതമായി റിവോൾവർ കണ്ടപ്പോൾ റോബിനും മെർലിനും നടുങ്ങി. അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ സർവ്വശക്തിയും എടുത്ത് അവന്റെ പിൻഭാഗത്ത് ഒരു തൊഴി കൊടുത്തിട്ട് വാതിൽ അടച്ചു പൂട്ടി. അദ്ദേഹം റിവോൾവർ സോക്സിനുള്ളിൽ വെച്ചതിന് ശേഷം ഭാര്യയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ഗോവണി കയറി കിടപ്പുമുറിയിലെത്തി. ചുളുങ്ങിയ ബെഡ്ഷീറ്റും ആശ്രയിൽ ഇരുന്ന് നീറിപ്പുകഞ്ഞ് ചാരമായ സിഗരറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്റെ കിടക്കയിൽ വെച്ചാണ് നീ വ്യഭിചാരം നടത്തുന്നത് അല്ലേ? കുപ്പക്കുഴിയിൽ ജനിച്ച നിന്നെ സർവ്വവിധ സൗഭാഗ്യങ്ങളുടെയും സോപാനത്തിൽ എത്തിച്ചതിന്റെ ശിക്ഷയാണോ അത്? എന്നോട് ക്ഷമിക്കൂ. നിന്നോട് ക്ഷമിക്കാനോ? ഈ നിമിഷം നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നാലും ഒരു പട്ടിയും ചോദിക്കുകയില്ല. എന്നാൽ ഡോക്ടർ പെരേര സമൂഹത്തിന് മുമ്പിൽ താഴാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മരിച്ച് ജീവിക്കണം അല്ലേ? മെർലിൻ! ഡോക്ടർ അലറി. എനിക്ക് 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 നിങ്ങളെ ആവശ്യമുണ്ട്. ഞാനൊരു ഡോക്ടറാണ്. 24 മണിക്കൂറും തിരക്കുള്ള സമൂഹത്തോട് കടപ്പാടുള്ള മനുഷ്യൻ. ഭാര്യയോടൊപ്പം കളിച്ച് രസിക്കാനുള്ള സമയം വളരെ കുറവ്. നിനക്ക് ഒരു പുരുഷന് വേണമെന്ന് തോന്നുമ്പോ കൂടെ കിടക്കാൻ ദാ ആ അലമാരയിൽ ഇരിപ്പില്ലേ?
റബ്ബർ കൊണ്ട് നിർമ്മിച്ച പാവയോടൊപ്പമാണോ ഒരു സ്ത്രീ കിടക്ക പങ്കിടേണ്ടത്? ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ഈ മാർഗവും സ്വീകരിക്കേണ്ടി വരും. എന്റെ മാന്യത നഷ്ടപ്പെടാതിരിക്കാനായി നിന്നെ ഞാൻ കൊല്ലുന്നില്ല, മനസ്സിലായോ? ഡോക്ടർ പെരേര വേഗം മുറിയിൽ നിന്ന് ഇറങ്ങി താഴത്തെ നിലയിൽ ചെന്ന് ഉറക്കെ തന്റെ ജോലിക്കാരനെ വിളിച്ചു. എടാ ബാബു! 20 വയസ്സ് പ്രായമുള്ള കറുത്ത ഒരു യുവാവ് ഭവ്യതയോടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിന്നു. എന്താ സാറേ? ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ എന്നോട് വിവരം പറയണം. പറയാം. ഡോക്ടർ പെരേരെ കാറിൽ കയറി സ്ഥലം വിട്ടു. അദ്ദേഹം പോയി കഴിഞ്ഞ ഉടൻ മെർലിൻ അലമാറ തുറന്ന് കാറ്റ് നിറയ്ക്കുമ്പോൾ പൂർണ്ണകായ പുരുഷനായി തീരുന്ന റബ്ബർ നിർമ്മിതമായ ഒരു വസ്തു പുറത്തെടുത്ത് കത്രിക കൊണ്ട് അരിഞ്ഞു നുറുക്കി. അവർ ദേഷ്യത്തോടെ അതെല്ലാം വാരിയെടുത്ത് അടുക്കളയിലെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചിട്ട് ബാബുവിനെ വിളിച്ചു. സാർ എന്തുവാടാ പറഞ്ഞത്? ഇവിടെ ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്കൊള്ളണമെന്ന്, എന്നിട്ട് സാറിനോട് പറയണമെന്ന്. ഇവിടെ നടക്കുന്നതൊന്നും സാറിനോട് പറയണ്ട. മാനസിക രോഗികളുമായി നിത്യവുമുള്ള സമ്പർക്കം കാരണം അദ്ദേഹത്തിന് സമനില വിട്ടു നടക്കുക. എന്തു പറ്റി കൊച്ചമ്മേ? എന്റെ കസിൻ ഇവിടെ വരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് സംശയമാണ്. ആര്? റോബിൻ സാറോ? റോബിൻ ഇവിടെ വരും. നീ ഈ വിവരം അദ്ദേഹത്തോട് പറയരുത്. സാറ് പറഞ്ഞത്? അവൻ തലയിൽ ചൊറിഞ്ഞു. നിനക്ക് എല്ലാ മാസവും 250 രൂപ വീതം ഞാൻ തള്ളുകൊള്ളാം. ബാബുവിന്റെ മുഖം പ്രസന്നമായി. ഉടൻ തന്നെ മെർലിൻ തന്റെ മുറിയിൽ കയറി അലമാറ തുറന്ന് 250 രൂപ എടുത്ത് ബാബുവിന് കൊടുത്തു. അതോടെ റോബിനും മെർലിനും തമ്മിലുള്ള അവിഹിത ബന്ധത്തെപ്പറ്റി ബാബുവിന്റെ മനസ്സിലുണ്ടായിരുന്ന നേരിയ സംശയം തോർന്നു. ഡോക്ടർ ഇല്ലാത്ത അവസരങ്ങളിൽ അവൻ എത്തുന്നത് മെർലിനെ കാണാൻ വേണ്ടിയാണെന്ന് ബാബുവിന് ബോധ്യമായി. മെർലിൻ സാവധാനം നടന്ന് ടെലിഫോൺ അടുത്ത് ചെന്ന് ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് റിസീവർ കയ്യിലെടുത്തു. എന്തോ ദൃഢമായ തീരുമാനം എടുത്തതുപോലെ അവൾ റോബിന് ഫോൺ ചെയ്തു. ഹലോ റോബിൻ? യെസ്, മെർലിനല്ലേ? അതെ. ഡോക്ടർ എവിടെ? ആശുപത്രിയിലേക്ക് പോയി. എത്രയും വേഗം ഇങ്ങോട്ട് വരണം. വേണ്ട, അയാൾ നമ്മൾ രണ്ടുപേരെയും കൊല്ലും. അദ്ദേഹം ഇനിയും വരികയില്ല. വേഗം വരൂ. വേണ്ട മെർലിൻ, എന്നെ മറന്നേക്കൂ. റോബിൻ, അവൾ കരയുന്ന ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് തുടർന്നു. നാളെ എന്റെ ശവം നിങ്ങൾക്ക് കാണേണ്ടി വരും. മെർലിൻ, നീ എന്താണ് ഈ പറയുന്നത്? അതെ, നിങ്ങളില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. എത്രയും വേഗം ഇവിടെ വരൂ പ്ലീസ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിരുന്ന കാറുമായി റോബിൻ എത്തി. റോഡിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവൻ ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് വേഗം ഓടിക്കയറി. പൂമുഖ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് നിന്ന മെർലിൻ അവനെ സ്വീകരിച്ചു. വാതിൽ അടച്ചു പൂട്ടിയതിനു ശേഷം അവൾ അവന്റെ നെഞ്ചിലേക്ക് തളർന്നു വീണു. മെർലിൻ, റോബിൻ മെല്ലെ വിളിച്ചു. എന്റെ മനസ്സിനും ശരീരത്തിനും അല്പമെങ്കിലും ആശ്വാസം തരുന്നത് നിങ്ങളാണ്, നിങ്ങൾ മാത്രം. രണ്ടുപേരും ആലിംഗനബദ്ധരായി ഗോവണി കയറി കിടപ്പുമുറി ലക്ഷ്യമാക്കി നടന്നു. ഈ സമയം റോബിന്റെ അംബാസഡർ കാറിന്റെ പിന്നിൽ ഒരു മേൽമൂടിയില്ലാത്ത ജീപ്പ് വന്നു നിന്നു. ജീപ്പിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയിട്ട് പോക്കറ്റിൽ നിന്നും 1 രൂപയുടെ നാണയമെടുത്ത് സെല്ലോ ടോഫിൽ ടേപ്പ് ഒട്ടിച്ചു വെച്ച് ജീപ്പിന്റെ ഗ്ലാസിൽ പറ്റിച്ചു വെച്ചതിന് ശേഷം താക്കോൽ കൂട്ടം കറക്കിക്കൊണ്ട് അവിടെ നിന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.